ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസങ്ങൾ നമുക്ക് ചോദ്യോത്തര വേളകളായിരുന്നു. ചോദ്യങ്ങൾ ഇനിയും ഒരുപക്ഷെ ഉണ്ടാകും. എങ്കിൽ നമുക്ക് വീണ്ടും അങ്ങനെയുള്ള ചോദ്യോത്തര വേളകൾ ക്രമീകരിക്കാം. പൊതുവായ ചോദ്യങ്ങളെ നമുക്ക് അവിടെ പരിഗണിക്കാവുന്നതുമാണ്. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, സഹകരണത്തിന്, ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നലെ പറഞ്ഞതുപോലെ 2 ചോദ്യങ്ങൾ നമ്മുടേത് ബാക്കിയുള്ളത് ഈ 19-ാം അധ്യായത്തിന്റെ ധ്യാനത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് തിരിയാം. അതിന്റെ 7, 8, 9 വാക്യങ്ങളാണല്ലോ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മ്യൂട്ടാ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തേൻ തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭവും വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. സ്തോത്രം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാരണം കുഞ്ഞാടിന്റെ കല്യാണം വന്നു. മാത്രമല്ല, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നു. നമ്മളിവിടെ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള വിവിധ കാരണങ്ങൾ കാണുകയായിരുന്നു. ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ ആളത്വം തന്നെ. The majesty, the majestic personality. അത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണം. 2, the judgment upon the enemies. ദൈവത്തിന്റെ ശത്രുക്കളുടെ മേൽ, പാപ ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ നീതിയുള്ള വിധി, റൈച്ചസ് ജഡ്ജ്മെന്റ്. മൂന്നാമത് നാം കണ്ടത് ക്രിസ്തുവിന്റെ രാജത്വം, ദൈവഭരണം. ബിക്കോസ് ഓഫ് തിയോക്രസി, ബിക്കോസ് ഓഫ് ക്രിസ്റ്റോക്രസി, ബിക്കോസ് ഓഫ് റിമൂവൽ ഓഫ് ഹ്യൂമൻ കിങ്ഡംസ്. ജാതികളുടെ കാലം അവസാനിക്കുന്നു. The time of Gentiles becomes over. ജാതികളുടെ കാലം ഇവിടെ തീരുകയാണ്. ഓർമ്മ കാണുമല്ലോ, ജാതികളുടെ കാലം എന്നു മുതൽ എന്നുവരെയാണെന്നും എന്താണെന്നും നമ്മൾ പഠിച്ചത്. എന്നു മുതൽ എന്നുവരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ടൈം ഓഫ് ജെന്റൈൽസ്. രണ്ടാമത്തെ 3 വർഷം അല്ല, അല്ല, BC 606 മുതൽ നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ ആരംഭം മുതൽ. നെബൂഖദ്നേസറിന്റെ ഭരണം മുതൽ യേശു ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്നത് വരെ ആ കാലത്തെയാണ് ജാതികളുടെ കാലമെന്ന് നാം വിളിക്കുന്നത്.
നാം അല്ല, ബൈബിൾ വിളിക്കുന്നത് ടൈം ഓഫ് ജെന്റൈൽസ്. കാരണം എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ, ഓർമ്മ കാണുമല്ലോ. Why this time is called time of Gentiles? ജാതീയ രാജാവായതും അതിനൊരു പ്രത്യേക കാരണം കൂടെയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ദൈവം ലോകത്തെ ഭരിക്കുക എന്നുള്ളതായിരുന്നു. അത് ദൈവം ചെയ്തത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മറ്റെല്ലാ സൃഷ്ടികൾക്കും അധിപതിയാക്കി വെച്ചുകൊണ്ട് ദൈവാധിപത്യം നടത്തുക. So God's original plan was to rule over the entire creation through human beings who were created in the image and likeness of God himself. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ആ പദ്ധതിയിൽ നിന്നും മനുഷ്യൻ പുറത്തുപോയി. ദൈവം തന്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. അത് വന്ന് ഇസ്രായേൽ എന്ന ഒരു ജാതിയിലൂടെ ചെയ്യുവാൻ അവരെ തെരഞ്ഞെടുത്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, അപ്പൊ അന്നേരം എന്തായിരുന്നു ദൈവം ആഗ്രഹിച്ചത്? God be their king, the king of Israel, and Israel be the king of the world. ദൈവം ഇസ്രായേലിന്റെ രാജാവായിരിക്കുക, ഇസ്രായേൽ ലോകത്തിന്റെ രാജാവായിട്ട് ഭരണം നടത്തുക. പക്ഷേ കുറച്ചിങ്ങോട്ട് വന്നപ്പം അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണം ഒരു രാജാവിനെ. They rejected God to be their king. ദൈവം അവരുടെ രാജാവായിരിക്കുന്നത് അവർ വേണ്ടെന്ന് വെച്ചു. അവർ ഒരു മാനുഷ്യ രാജാവിനെ ആവശ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും ഇസ്രായേലും ആ ദൈവിക പദ്ധതിയിൽ നിന്നും പുറത്തുപോയി. എങ്കിലും ദൈവം തന്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. ഒടുവിൽ ആ ഇസ്രായേൽ 10ഉം 2ഉമായി പിരിഞ്ഞു ഗോത്രങ്ങൾ. 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യത്തെ, നോർത്തേൺ കിങ്ഡം ഹാവിംഗ് 10 tribes and Samaria as their capital. ശമരിയ അവരുടെ തലസ്ഥാനമാക്കിക്കൊണ്ട് ഭരിച്ച 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യമായ ഇസ്രായേൽ ഏതാണ്ട് 720കളുടെ സമയത്ത്, BC 720കളുടെ സമയത്ത് അശ്ശൂരിന് അടിമകളായിപ്പോയി. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ they still are known as the lost tribes, നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ എന്നാണ് അവരെ ഇന്നും ചരിത്രകാരന്മാർ വിളിക്കുന്നത്. എന്നാലും ദൈവം തന്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല. ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവനും ഒരു പ്രത്യേക ഗോത്രത്തിൽ പതിഞ്ഞു നിന്നിരുന്നു, യഹൂദാ ഗോത്രം. 2 ഗോത്രങ്ങൾ അടങ്ങിയ തെക്കേ രാജ്യം, തലസ്ഥാനം യെരുശലേം. യെരുശലേം ദേവാലയവും അവിടെ, ദാവീദിന്റെ പട്ടണവും അവിടെ, പിതാക്കന്മാരുടെ കല്ലറകൾ അവിടെ, പുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും പാർക്കുന്നതും എല്ലാം ഈ യെരുശലേമിൽ. യഹൂദ
അപ്പോഴും രാജസ്ഥാനത്ത് തുടർന്നു എന്നുവരെ 606 BC വരെ. അവരും പാപം ചെയ്ത് ഇനി ഒരിക്കലും ദൈവത്തിന് സഹിക്കാനൊക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ദൈവം അവരെയും കൈവിട്ടു. ദൈവം ലോകത്തെ ഭരിക്കണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും ഒടുവിലത്തെ സാധ്യതയായിരുന്ന യഹൂദന്മാർ തങ്ങളുടെ രാജ്യം വിട്ട് അടിമകളായി, രാഷ്ട്രീയ അടിമകളായി ബാബിലോണിലേക്ക് പോകുന്ന സമയം മുതൽ ഇനിയും ദൈവത്തിന്റെ ക്രിസ്തു രാജഭരണം ഏൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ ജാതികളുടെ കാലമെന്ന് വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമല്ലാത്തവർ ലോകഭരണം ഏറ്റെടുത്ത ആ സമയം മുതലാണ് ഏത് കാലം ആരംഭിച്ചത്? ജാതികളുടെ കാലം ആരംഭിച്ചത്. അത് യഹൂദൻ ബാബിലോണിന്റെ അടിമത്വത്തിൽ പോയത് മുതൽക്കാണ്. അത് ഏതാണ്ട് 606 BC, ക്രിസ്തുവിന് മുമ്പ് 606 സംഭവിച്ചത്. അങ്ങനെ യഹൂദയെ അടിമപ്പെടുത്തിയ ജാതീയ രാഷ്ട്രം അല്ലെങ്കിൽ രാജാവാണ് നെബൂഖദ്നേസർ, അദ്ദേഹത്തിന്റെ ബാബിലോണ്യ സാമ്രാജ്യം. അന്ന് മുതൽ പിന്നീട് യഹൂദൻ ഒരിക്കലും ലോക ഭരണത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കഴിഞ്ഞ 75ഓളം വർഷമായിട്ട് അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വയം നിലനിൽപ്പിന് തന്നെ ഇന്നും അവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലോകഭരണം അവർക്കില്ല. അത് ഇനിയും ഉണ്ടാകുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ. ഭാഗങ്ങൾ എന്തെങ്കിലും ചോദിക്കായിരുന്നോ? ഇപ്പോഴുള്ള ഇസ്രായേൽ, യെരുശലേം എന്നൊക്കെ പറഞ്ഞ് ഈ 2.5 ഗോത്രം മാത്രമേ ഉള്ളൂ? ബാക്കിയുള്ളവരാരും ഇങ്ങോട്ട് കുടിയേറിയിട്ടില്ലയോ? വന്നിട്ടുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇസ്രായേലിൽ ഏത് ഗോത്രത്തിൽപ്പെട്ട ഒരാളായാലും തെളിയിച്ചാൽ അവരെ എല്ലാവരെയും അവിടേക്ക് അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ 2.5 ഗോത്രം മാത്രമല്ല, 12 ഗോത്രങ്ങളിൽ നിന്നും ഉള്ളവർ ഇപ്പോൾ അവിടെ ഉണ്ട്. എന്നാൽ ചരിത്രത്തിൽ യഹൂദൻ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നതുപോലെ 10 ഗോത്രങ്ങളുടെ മടങ്ങിവരവിനെ കുറിച്ച് രേഖകളില്ല. അശൂറിലേക്ക് പിടിച്ചുകൊണ്ടുപോയവർക്ക് റിട്ടേൺ ഫ്രം ദെയർ എക്സൈൽ, അത് ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് അവരെ ദ ലോസ്റ്റ് ട്രൈബ്സ്, നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചോ ബാബിലോണിൽ നിന്ന് അവർ മടങ്ങി വന്നു എന്ന് വേദപുസ്തകം തന്നെ വ്യക്തമാക്കുന്നു. ആ കൂട്ടത്തിൽ തീർച്ചയായും മറ്റുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെ കൂട്ടത്തിലും ആരെങ്കിലും യഹൂദ പാരമ്പര്യത്തിലുള്ളവരാണെന്ന് നമ്മുടെ ജീനിയോളജി, നമ്മുടെ DNA ഒക്കെ തെളിയിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ചിലടത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ ജാതികളാണല്ലോ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും എന്ന 3 വിഭജനം പുതിയ നിയമത്തിലുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ. പാസ്റ്റർ, ഞാൻ ഒരു പ്രസംഗം കേട്ട് ഈയിടെയല്ല, ഇന്ത്യയിൽ മണിപ്പൂരിൽ ഉള്ളവരെ ആ യഹൂദ മനുഷ്യഗോത്രത്തിൽപ്പെട്ടവരാ, അവരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടിയുള്ള ബഹളമാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഞാൻ കേട്ടു അതിനെ സംബന്ധിച്ച്. അതിന് അവരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ബഹളത്തിന്റെ ഒന്നും ആവശ്യമില്ല.
അവർ ആ ഗോത്രത്തിൽ ഏതെങ്കിലും ഒരു ഇസ്രയേലിലെ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് നിസ്സംശയം തെളിയിച്ചാൽ മതി, അവരുടെ ജീനിയോളജി. അതുകൊണ്ടാണ് ബൈബിളിൽ ഈ വംശാവലികൾക്ക് വളരെ പ്രാധാന്യമുള്ളത്. പൗലോസ്ലീഹ തൻ്റെ പ്രശംസനീയമായ അവസ്ഥകളെ കുറിച്ച് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ആം എ ഹീബ്രു ബോൺ ഓഫ് ഹീബ്രൂസ്. എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായനാണ് ഞാൻ. ദാറ്റ് മീൻസ് ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് റേഷ്യൽ പ്യൂരിറ്റി. ഈ വർഷങ്ങളൊക്കെ ഞങ്ങൾ അടിമത്വങ്ങളിൽ കഴിഞ്ഞെങ്കിലും ചിതറിപ്പാർത്തെങ്കിലും എങ്ങും മറ്റ് ജാതികളുമായി ഞങ്ങൾ മിക്സപ്പ് ആയിട്ടില്ല. അവരുമായി ഞങ്ങൾ ഒരു സങ്കരമായ നിലയിൽ എത്തിയിട്ടില്ല. ഞങ്ങളുടെ വംശീയമായ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നു എന്ന നിലയിലാണ് ആ പറയുന്നത്. അങ്ങനെ ഇപ്പോഴും എവിടെയെങ്കിലും, ലോകത്തിന്റെ എവിടെയെങ്കിലും, ഏത് നിറത്തിലും ഏത് ഷേപ്പിലും ആകൃതിയിലും ഒക്കെ ഉള്ളവരാണെങ്കിലും തങ്ങൾ യഹൂദരാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ, ഇനി തെളിയിക്കാനുള്ള പരിപാടികളും അവർ തന്നെ ചെയ്തോളും. അങ്ങനെ ഒരു കേൾവിയെങ്കിലും അവർക്ക് കിട്ടിയാൽ മതി. ഇപ്പം മണിപ്പൂരിലുള്ളവരൊക്കെ അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഇത്രയും അവർക്ക് ഇവിടെ കിടന്ന് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ അപ്പോഴേ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോക്കളെ. മറ്റു രാജ്യങ്ങളിലുള്ള യഹൂദന്മാരൊന്നും മറ്റ് ജാതീയമായിട്ടുള്ളവരൊന്നും അങ്ങനെ വിവാഹം കഴിച്ചിട്ടൊന്നും ഇല്ലയോ? ഉണ്ടാകാം. ഉണ്ടെങ്കിലും അവർ യഹൂദ രക്തമാണെന്ന് തെളിയിച്ചാൽ മതി, കൊണ്ടുപോക്കോളും. ഇപ്പോഴും യഹൂദ മതാനുസാരികളാണെന്നും വന്നാൽ മതി. ഈ കഴിഞ്ഞിടയ്ക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയോ അറിയാതെ കിടന്നിരുന്ന വെറും ആദിവാസികളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടർ യഹൂദന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ, എൻ്റെ അറിവിൽ ഏറ്റവും ഒടുവിൽ അവിടേക്ക് കൊണ്ടുപോയവർ ആ ഒരു സംഘമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് അവർക്ക് താമസ സൗകര്യങ്ങൾ എല്ലാം കൊടുത്തോളൂ. അപ്പോ യഹൂദൻ ദൈവീയ പദ്ധതിയിൽ നിന്നും തള്ളപ്പെടുകയും യഹൂദരെ യെരൂശലേം ദേവാലയം ഉൾപ്പെടെ, യെരൂശലേം നഗരത്തെ ഉൾപ്പെടെ അടിമകളാക്കുകയും ചെയ്ത നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യത്വം മുതൽക്ക് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ഒടുവിൽ വരെ ഉള്ള കാലഘട്ടത്തെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം, ടൈം ഓഫ് ജെന്റൈൽസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വെളിപ്പാട് 19-ാമത്തെ അധ്യായത്തിൽ നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനുള്ള 3-ാമത്തെ കാരണമാണ് ജാതികളുടെ കാലം അവസാനിപ്പിച്ച് ക്രിസ്തുവിന്റെ കാലം ആരംഭിക്കുന്നു, ദൈവഭരണം തുടങ്ങുന്നു. അതിനുവേണ്ടിയാണ് ക്രിസ്തു നമ്മോട് പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുവാനും പറഞ്ഞത്, നിന്റെ രാജ്യം വരേണമേ, ദൈവരാജ്യ സ്ഥാപനം. സ്തോത്രം. അത് ഏറെ സന്തോഷകരമാണ്. ആ ദൈവരാജ്യം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്നതാ. മത്തായി 25-ാം അധ്യായം 31 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാ. ഇടതും വലതുമായിട്ട് രാജാവ് ജനങ്ങളെ മാറ്റി നിർത്തും. എന്നിട്ട് വലത്തുള്ളവരോട് പറയും, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. സ്തോത്രം. വാക്യം കൂടെ പറഞ്ഞേരെ.
25:34. സ്തോത്രം. മാത്യു 25:34. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ സ്ഥാപനം ഇപ്പോൾ നടക്കുന്നു. അതാണ് ഹല്ലേലൂയ പാടുന്നതിനുള്ള, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, കുഞ്ഞാടിന്റെ കല്യാണം. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാടിന്റെ കല്യാണം, കുഞ്ഞാടിന്റെ കല്യാണ സദ്യ, കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഇവിടെ മണവാട്ടി ഇല്ലാത്ത ഒരു മണവാളനല്ല ക്രിസ്തു. മണവാട്ടി ഇല്ലാത്ത ഒരു മണവാളനല്ല. സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നൊക്കെ കല്യാണത്തിന് ഒരുങ്ങി പല മണവാളന്മാരും വേദിയിലെത്തുമ്പോഴാണ് അറിയുന്നത് മണവാട്ടിപ്പെണ്ണ്, കല്യാണം കഴിക്കാനുള്ള പെണ്ണ് ഇല്ലെന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു കാണും. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ കേരളത്തിലെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുന്നത് നമ്മൾ അറിയുന്നത് കേട്ടോ. ഇതിനേക്കാളൊക്കെ കൂടുതൽ കേരളത്തിന് പുറത്ത് നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വാർത്തയാകുന്നില്ല എന്നേ ഉള്ളൂ. അതിലൊന്നും ആർക്കും വലിയ ചിന്തയൊന്നുമില്ല. അതൊക്കെ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. അപ്പൊ കല്യാണ ചെറുക്കൻ ഒരുങ്ങി വരുമ്പോൾ പെണ്ണില്ല, മണവാട്ടിയില്ല. ഒന്നുകിൽ അവള് ആത്മഹത്യ ചെയ്തു, ഇല്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ ഓടിപ്പോയി. പാവം മണവാളൻ ചെറുക്കൻ. ചിലയിടത്തൊക്കെ ആണെങ്കിൽ പിന്നെ ഈ മണവാട്ടിയുടെ ബന്ധുവിനെ കല്യാണം കഴിച്ചു പോയ ചരിത്രവും ഉണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ തന്നെ നടന്ന സംഭവങ്ങളാണ്. പെണ്ണ് മറ്റെവിടെയോ പോയി, ആരുടെയോ കൂടെ. ചെറുക്കൻ മണ്ഡപത്തിൽ വന്നു. ഒടുവിൽ ആ പെൺകുട്ടിയുടെ കസിനോ ബന്ധത്തിൽപ്പെട്ടോ ഏതോ ഒരു പെൺകുട്ടി തയ്യാറായി, അന്നേരം പിടിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. എന്നാൽ ഇവിടെ ക്രിസ്തു എന്ന മണവാളന് ആ ഗതികേട് വന്നില്ല. അതുകൊണ്ടാണ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. ഇവിടെ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വളരെ ഒരുക്കപ്പെട്ട ഒരു മണവാട്ടി ക്രിസ്തു എന്ന മണവാളന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് നമ്മുടെ സംസ്കാരത്തിലും വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെ ഒറ്റയ്ക്കെങ്ങും വിടാത്തത്, ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിയിട്ടെങ്ങും പോകാത്തത്. അതുവരെ ഈ കൊച്ച് രാവും പകലും ഒന്നും ഇല്ലാതെ തന്നെ എവിടെ വേണേലും പോകും. പക്ഷെ വിവാഹ നിശ്ചയം കഴിഞ്ഞാലോ ഒറ്റയ്ക്കെങ്ങും വിടത്തില്ല, ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തത്തില്ല. എപ്പോഴും കൂടെ ആള് കാണും, അവളെ സംരക്ഷിക്കും. കാരണം മണവാളൻ വിവാഹത്തിന് ഒരുങ്ങി വരുമ്പോൾ ഇവൾ ഇല്ലാതെയാകരുത് ഒരു തരത്തിലും. അവളെ കൈപിടിച്ച് മണവാളൻ ചെറുക്കന് കൊടുക്കുന്നത് വരെ അപ്പനും അമ്മയ്ക്കും ആവലാതിയ. അങ്ങനെ ഒരു വേദിയിലേക്ക് ഒരു പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ടുവന്ന് ഒരു മണവാളന്റെ മുമ്പിൽ നിർത്തുക എന്നത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. ഇവിടെ ക്രിസ്തു എന്ന മണവാളന് കാന്തയില്ലാതെ നിരാശപ്പെട്ട് വിവാഹവേദിയിൽ നിന്നും പോകേണ്ടി വരുന്നില്ല. അവളെ തന്നെ
തന്നെ തന്നെ മണവാളന് വേണ്ടി ഒരുക്കി തയ്യാറായി വന്നിട്ടുണ്ട് എന്നുള്ളതും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിന് ഒരുമിച്ച് സന്തോഷിക്കുന്നതിനും ദൈവത്തെ വാഴ്ത്തുന്നതിനും കാരണമാണ്. സ്തോത്രം. മണവാളൻ പണ്ടേ തയ്യാറാ കല്യാണം കഴിക്കാൻ. പക്ഷേ എന്തുകൊണ്ട് വിവാഹം നടന്നില്ല ഇതുവരെ? കാന്ത ശരിയായില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണേ. ഞാൻ 2003 2003 സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ ഒരു സഭ. എൻ്റെ ആദ്യത്തെ പാസ്റ്ററൽ വിസിറ്റ് സന്ദർശനത്തിൽ ഒരു ഭവനത്തിൽ ചെന്നു. അന്ന് സമ്മർ വെക്കേഷൻ, മെയ് മാസത്തിലാണല്ലോ ഞങ്ങളുടെയൊക്കെ ട്രാൻസ്ഫർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സഹോദരന്റെ ഭാര്യ വേനലവധിക്ക് നാട്ടിൽ പോയിരിക്കുക. ആൽബമൊക്കെ എടുത്ത് ഈ സഹോദരൻ ഞങ്ങളെ അവരുടെ കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തി. എന്നിട്ട് ഉടൻ തന്നെ നാട്ടിലുള്ള ഭാര്യയെ ഫോണിൽ വിളിച്ച് ഞങ്ങളുമായിട്ട് സംസാരിപ്പിച്ചു, പരിചയപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ സഹോദരൻ, ഈ ഭർത്താവ് എന്നോട് ചോദ്യം ചോദിച്ചു, പക്ഷേ ഞങ്ങളുടെ കല്യാണ എൻഗേജ്മെന്റ് ഉറപ്പിന് 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. കാരണം പറയാമോ ചോദിച്ചു. നിങ്ങൾക്ക് പറയാമോ? ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ, ഇതിപ്പോ നെബൂഖദ്നേസർ ചോദിച്ച പോലെ ചോദ്യമാണല്ലോ. ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ കണ്ട സ്വപ്നം എന്തോന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഇദ്ദേഹം എന്നെ വിടത്തുമില്ല. ഒടുവിൽ ഞാൻ സുല്ലിട്ടു, പറ. അപ്പൊ പറഞ്ഞു, അതിന് പാസ്റ്റർ പെണ്ണിന് പ്രായപൂർത്തിയാകണ്ടായോ? ഞാൻ അപ്പോഴും മനസ്സിലാകാത്തതുപോലെ, മനസ്സിലായില്ല എനിക്ക് അപ്പോഴും. ഞാനിങ്ങനെ നെറ്റി ചുളിച്ച് നോക്കി പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ചിരിക്കുക. ഇപ്പോഴും പാസ്റ്റർക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറ. അപ്പൊ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുമ്പം എന്റെ ഭാര്യയ്ക്ക് 16 വയസ്സേ ഉള്ളായിരുന്നു. She was only 16 during our betrothal. So we had to wait few more years to reach a marriageable age. കല്യാണ പ്രായം എത്താൻ 2 കൊല്ലം കൂടി ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതേ ഉള്ളു വിഷയം. ഞങ്ങൾ കുറെ ചിരിക്കുകയൊക്കെ ചെയ്തു, പോയി. തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴി, അന്ന് എൻ്റെ കയ്യിലൊരു മോപ്പഡാ ഉള്ളത്, ഒരു മോട്ടോർ സൈക്കിൾ മോപ്പഡ്. അതിൽ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോ കർത്താവ് എന്നോട് ചോദിച്ചു, മോനെ, നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞു. എന്നായിരുന്നു? 1984 ഡിസംബർ 16. എന്നിട്ട് കല്യാണം കഴിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. എന്താ കാര്യം? ഈ ബ്രദർ പറഞ്ഞതാ, ഇതുവരെ പ്രായപൂർത്തിയായിട്ടില്ല. സൂസൻ ഞങ്ങളുടെ മൂത്ത മകനെയും കൊണ്ട് പുറകിൽ ഇരിപ്പുണ്ട് ഈ മോപ്പടിന്റെ, കേട്ടോ. ഭൗതിക കല്യാണത്തെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ ചോദ്യം ഒരു ചർച്ചിൽ ചോദിച്ചപ്പം അവിടെ കല്യാണം കഴിക്കാത്ത ഒരു മോൾ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പം ഫിസിക്കൽ എൻഗേജ്മെന്റും മാരേജും ഒന്നും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാ, പക്ഷെ ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. കാരണം ഇത്രേ ഉള്ളൂ, ഇതുവരെ നമുക്ക് വിവാഹപ്രായമായിട്ടില്ല. സ്തോത്രം. 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. വ്യക്തിപരമായി നാം ഓരോ വിശ്വാസിയും വിശുദ്ധിയുടെ
പൂർണ്ണതയുടെ നിലവാരത്തിൽ എത്തിയിട്ടില്ല. Two major reasons why the marriage of the lamb is still awaiting. കുഞ്ഞാടിന്റെ കല്യാണം നടക്കാതെ ഇരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് imperfection of the redeemed saints. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ വിശുദ്ധിയിൽ ഇതുവരെ തികവ് പ്രാപിച്ചിട്ടില്ല. We have not yet reached perfect holiness since we got saved. നമുക്ക് ഇതുവരെ വിശുദ്ധിയിൽ തികഞ്ഞവരാകുവാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം ഇനിയും ബാക്കിയുണ്ട്. രണ്ടാമത്തെ കാരണം, the church as a body has more people to be added into. ദൈവത്തിന്റെ സഭ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ കാന്ത എന്ന നിലയിൽ ഈ ശരീരത്തിലേക്ക് ഇനിയും അനേകർ മാനസാന്തരപ്പെട്ടു വരാനായിട്ടുണ്ട്. അതാണ് 2 പത്രോസ് 3:9 വാക്യത്തിൽ പറയുന്നത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നു, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. സ്തോത്രം. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. നമ്മൾ പല ആവർത്തി പഠിച്ച റോമർ 11:25 ഇതിനോട് ചേർത്ത് വയ്ക്കാം. നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് നിങ്ങൾക്ക് തന്നെ വായിച്ചു തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. സ്തോത്രം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, അത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പൊ ഈ 2 പ്രധാന കാരണങ്ങളാണ് കുഞ്ഞാടിന്റെ കല്യാണം വൈകുന്നതിനായിട്ടുള്ളത്. ഒന്ന്, രക്ഷിക്കപ്പെട്ട നമ്മൾ എന്തു വേണം? വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. 2, ഇനിയും രക്ഷിക്കപ്പെടുവാൻ, ഇനിയും മാനസാന്തരപ്പെടുവാൻ ഉള്ളവർ വേഗത്തിൽ ദൈവസഭയോട് ചേരേണം. ഇത് 2ഉം കൂടെ ചേരുന്നതാണ് പത്രോസ് പറയുന്ന അടുത്ത വാക്യം. എന്താ? 10 തൊട്ട് നമ്മൾ വായിച്ചു. പത്രോസാണ് മാസ്റ്റർ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കും. കണ്ടോ? സ്തോത്രം. അവിടെ എന്താ പൗത്രോസ് പറയുന്നത്? നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വിശുദ്ധ ജീവിതം. അല്ല,
അതിനു മുമ്പ് ദൈവ ദിവസത്തിന്റെ വരവ് ദൈവദിവസത്തിന് കാത്തിരിക്കണം. കാത്തിരിക്കണം. 2, കർത്താവിന്റെ വരവിനെ വരവിൽ ബന്ധപ്പെടുത്തണം. ബന്ധപ്പെടുത്തണം. We should wait for the coming of the day of the Lord, and we have to hasten his coming. These 2 things we have to do. And 2 things we have to become. മറ്റ് 2 കാര്യങ്ങൾ നമ്മൾ ആയിത്തീരണം. വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരാകണം. ചെയ്യേണ്ട 2 കാര്യങ്ങളും ആകേണ്ട 2 കാര്യങ്ങൾ. ചെയ്യേണ്ടത് കർത്താവിന്റെ ദിവസത്തിനായി, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. A hopeful anticipation for the coming of the Lord. At the same time, we have to hasten his coming. These are the 2 things we have to do. We are ought to do. എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാൻ, കാത്തിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്താൻ കഴിയുക? ഞാൻ ഈ പറഞ്ഞ 2 കാര്യം മാത്രം ചെയ്താൽ മതി. കർത്താവിന്റെ വരവിനായി നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരാകുക, അല്ലെങ്കിൽ ഗ്രോയിങ് അൺടു ദ പെർഫെക്ഷൻ ഇൻ ഹോളിനെസ്, വിശുദ്ധിയുടെ തികവിലേക്ക് നമ്മൾ വളരുക. 2 Corinthians 7:1, 2 Corinthians 7:1 വായിക്കുന്നത് പോലെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്, ഇൻ ദ ഹോളി ഫിയർ, ഇൻ ദ റെവറൻസ് ഓഫ് ഗാഡ്. വിശുദ്ധിയെ തികയ്ക്കുക. 2, കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവിനെ ബന്ധപ്പെടുത്തുന്നതിൽ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി നമ്മൾ പറയുക. മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് അവസരമൊരുക്കി കൊടുക്കുക. മറ്റുള്ളവർ രക്ഷിക്കപ്പെടുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ഈ 2 രീതികളിലാണ് കർത്താവിന്റെ വരവിനെ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്നത്. സ്തോത്രം. Hastening his coming. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താകണമെന്ന് പറഞ്ഞത്. വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായി തീരണം. ഇവിടെ നാം വെളിപ്പാട് 19-ന്റെ 7, 8, 9 വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. ക്രിസ്തുവിന്റെ കാന്ത സഭ തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് ഏറെ സന്തോഷത്തിനുള്ള കാരണമാണ്. കർത്താവിന്റെ വരവിനായിട്ട് സഭ ഒരുങ്ങുന്നു. എന്തിനാ മണവാളൻ കാത്തിരിക്കുന്നത്? മണവാളൻ വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും കല്യാണത്തിന് വായിക്കുന്ന ഭാഗത്തേക്കൊന്ന് പോകാം. എഫേസ്യർ 5:25, എഫേഷ്യൻസ് 5:25. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. വായിച്ചോ. എന്റെ നെറ്റ് പോയ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പി. ഓക്കെ, വായിച്ചോ. ഇപ്പൊ ഉണ്ട്.
ഇപ്പൊ ഉണ്ട്, വായിച്ചോ സുജ. ഇന്റർനെറ്റിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ വേറെ കുഴപ്പമില്ല, വായിച്ചോ. Husbands, love your wives as Christ loved the church and gave himself up for her, that he might sanctify her, having cleansed her by the washing of water with the word, so that he might present the church to himself in splendor, without spot or wrinkle or any such thing, that she may be holy and without blemish. Praise God. കല്യാണത്തിനൊക്കെ നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. നമ്മൾ തന്നെ പല പ്രാവശ്യം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. What did Christ do? What is Christ doing? And what is it for? ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. യേശു എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു എന്താഗ്രഹിക്കുന്നു? സഭയോടുള്ള ബന്ധത്തിലാണേ. What did he do? He gave himself up for her. He gave himself up for her. സഭയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ എന്ത് ചെയ്യുന്നു? Sanctifying her, cleansing her. സ്തോത്രം. അവൻ എന്ത് ചെയ്യുന്നു? സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കുന്നു, കഴുകുന്നു. എന്തിനു വേണ്ടിയാണ്? വാട്ട് ഫോർ? വാട്ട് ഈസ് ദ പർപ്പസ്? ദ അൾട്ടിമേറ്റ് പർപ്പസ് ഈസ് ടു പ്രസന്റ് ദ ചർച്ച് unto himself. Praise God. 27 വാക്യത്തിലാണ് to present the church to himself. How? In glorious splendor. യേശു ക്രിസ്തു ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയ എല്ലാ കാര്യങ്ങളുടെയും ലക്ഷ്യം എന്താണ്? സഭയെ തനിക്കായി തന്നെ മുൻനിർത്തുക. എങ്ങനെ? തേജസ്സോടെ. ആ തേജസ്സുള്ള സഭയായി തീരണമെങ്കിൽ എന്തൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം? She should be cleansed, washed, sanctified. Sanctified. And she should be without wrinkle or spot. Wrinkle or spot. അപ്പോൾ കഴുകപ്പെട്ടവളായി, വിശുദ്ധീകരിക്കപ്പെട്ടവളായി, കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവളായി ദൈവസഭ തീരുന്നതിനെയാണ് വിശുദ്ധിയിൽ അവൾ തികഞ്ഞവളായി തീരുക എന്ന് പറയുന്നത്. ഈ വിശുദ്ധിയിൽ ദൈവസഭ തികഞ്ഞവളാകുമ്പോൾ മാത്രമാണ് അവൾ തേജോരൂപിയായി തീരുന്നത്. സ്തോത്രം. സഭയുടെ തേജസ് എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധി. അവളുടെ വിശുദ്ധിയാ. സഭ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശുദ്ധിയുടെ വളർച്ചയാണ് നമ്മുടെ തേജസ്സിനെ തീരുമാനിക്കുന്നത്, നിർണയിക്കുന്നത്. Our glory will depend upon our personal holiness, or holiness, the standard of holiness in our personal lives.
സ്തോത്രം. നമ്മൾ എത്ര വിശുദ്ധരായാലും മതി എന്ന അവസ്ഥ വരുന്നില്ല. കാരണം നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം ആരുടേതാണ്? ക്രിസ്തു എന്ന ക്രിസ്തുവിന്റെ. തലയോളം. അതെ, ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. ക്രിസ്തു എന്ന തലയോളമാണ് സകലത്തിലും നമുക്ക് വളരേണ്ടത്. അതുകൊണ്ട് നാം ഇനിയും ഒരു 100 കൊല്ലം കൂടി ജീവിച്ചാലും, ഇനിയും 1000 കൊല്ലം കൂടെ നമ്മുടെ ആയുസ് നമുക്ക് ദീർഘമായിട്ട് കിട്ടിയാലും, നമ്മൾ ആ ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. അവിടേക്ക് നമ്മൾ അപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഫിലിപ്പിയർ 3:12-15 വരെ പറഞ്ഞത്, ഞാൻ തികഞ്ഞവനായി എന്നോ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്നോ നിരൂപിക്കുന്നില്ല. I don't think that I'm perfect. I don't think, Paul says in Philippians 3:12-15, I don't think I'm perfect, but I'm persuading. I'm running after, thinking I could. എനിക്കും പിടിക്കാമോ എന്നു വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്ന് നിരൂപിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ നമുക്ക് നമ്മുടെ മുൻപിൽ ലക്ഷ്യമായിരിക്കേണ്ടത് ഇതാണ്: കല്യാണപ്രായം എത്തുക. ആ ദമ്പതികൾ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ നാം ആകരുത്. അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ ആവോളം എല്ലാറ്റിലും വിശുദ്ധരാകണം. അതിന്റെ ആ ഭാഗങ്ങളെ കുറിച്ച് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തന്നെ നമുക്ക് പല ദിവസങ്ങൾ ചിന്തിക്കാനുണ്ട്. അത് നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം ചിന്തിക്കാമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പല ദിവസങ്ങൾ അതിനു വേണ്ടി ആവശ്യമായിട്ട് വരും. കർത്താവിന്റെ വരവിനായി നാം ഒരുങ്ങുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് കർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ള 35ഓളം കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളവർക്കുള്ളതും ബാക്കി ഏതാണ്ട് 30ഓളം കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതുമാണ്. ഈ വിഷയത്തോടനുബന്ധിച്ച് അതും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ കർത്താവിന്റെ വരവിൽ നാം ആരും പോയില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം ഒന്നും പഠിച്ചത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് അറിവ് നേടുക എന്നതിനേക്കാൾ രൂപാന്തരത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ 2 ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകട്ടെ. ഒന്ന്, വ്യക്തിപരമായ വിശുദ്ധീകരണം. 2, സഭ ഒരു ബോഡി, ശരീരം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ ഇനിയും മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുവാനുള്ളവർ എത്രയും പെട്ടെന്ന് ചേരുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, മാതൃകയായി ജീവിക്കണം, സുവിശേഷം അറിയിക്കണം. ആ ലക്ഷ്യങ്ങളോടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് വീണ്ടും വിധേയപ്പെടുത്താം. സ്തോത്രം. ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ വചനങ്ങൾക്ക് മുമ്പിൽ കറയും ചുളുക്കവും
ഒന്നുമില്ലാത്തവരായി തീരുകയും കര വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത അവകാശം പ്രാപിക്കുകയും ചെയ്യുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.